ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുട്ബോൾ എന്ന ഗെയിമിനെ കുറിച്ചാണ്. ഫുട്ബോൾ എന്ന ഗെയിം എന്ന് പറയുന്നത് 11 പ്ലെയേഴ്സും മറ്റുള്ള ടീം മെമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിലാണെങ്കിൽ ഗോൾ കീപ്പറുണ്ട്, ഡിഫൻഡേഴ്സ് ഉണ്ട്, മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, പിന്നെ സ്ട്രൈക്കേഴ്സ് ഉണ്ട്. ഇത്രയും ഇതാണ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ പൊസിഷനിലുള്ള രീതി. പിന്നെ അതർ ടീം മെമ്പേഴ്സും എല്ലാ കാര്യങ്ങളും ഫുട്ബോളിലുണ്ട്. പിന്നെ ആദ്യം ഗോൾ കീപ്പറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഗോൾ കീപ്പർ ഒരു ഒപ്പോണൻറ്റ് ടീം അറ്റാക്കിങ്ങിൽ വരുമ്പോൾ ആ ഗോൾ കീപ്പർ അവർ അറ്റാക്കിങ്ങിൽ കൊണ്ടുവരുന്ന ആ മൂവ്സ് എല്ലാം അവർ ഷൂട്ട് ചെയ്യുന്നതായാലും ഗോൾ അടിക്കുന്ന ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി എല്ലാം പ്രൊട്ടക്റ്റും സേവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗോൾ കീപ്പറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു ഒപ്പോണൻറ്റ് ടീം അറ്റാക്കുമായിട്ട് വരുമ്പം ആ ടീമിൻ്റെ പ്ലെയേഴ്സിനെ പ്രൊട്ടക്റ്റും ഡിഫെൻഡും ചെയ്യുന്ന പൊസിഷൻകാരെയാണ് ഡിഫൻഡർമാരെന്ന് പറയുന്നത്. അടുത്ത പൊസിഷൻ മിഡ്ഫീൽഡർമാരെന്ന് പറയുന്ന പൊസിഷൻ ഈ ഡിഫൻഡർമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനൊപ്പം സ്ട്രൈക്കർമാരെ ഗോളടിക്കാനും മറ്റുള്ള അറ്റാക്കിങ് ആൻഡ് മുന്നോട്ട് ഫോർവേഡായിട്ടുള്ള കാര്യങ്ങൾക്കും ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് നൽകുന്ന പാസും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് നൽകുന്ന പൊസിഷൻകാരെയാണ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രൈക്കേഴ്സ് ഫോർവേഡ് എന്ന് പറയുന്നത് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഒരു ടീമിൻ്റെ അറ്റാക്കിംഗ് മൂവിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന പൊസിഷൻകാരെയാണ് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത്. ഗോൾ സ്കോർ ചെയ്യുന്ന എല്ലാ കാര്യവും അവരുടെ കയ്യിലാണ്. ആ പൊസിഷൻകാരാണ് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത്. ടീമിൻ്റെ മെയിൻ പൊസിഷൻ പോലെ കരുതി വരുന്നതാണ് സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതർ ടീം മെമ്പേഴ്സ്, കോച്ചേഴ്സ്, മീഡിയ കാര്യങ്ങളെല്ലാം വേറെ അടുത്തടുത്ത് അതുമായിട്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ടീമിൽ വരുന്നത്. പിന്നെ റെഫറികളുണ്ട്.